ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമ്മളുടെ ടക്ക് പോർഷനും ബെൽറ്റ് പോർഷനും ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ബെൽറ്റൊക്കെ കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക്, അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആകും. അതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ ബെൽറ്റും ടക്കും ഒക്കെ ആ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 32 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ അളവുകൾ പറയുന്നത്. നമ്മളിപ്പോൾ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് വേണ്ട വിഡ്ത്ത് അനുസരിച്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്ക് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലോത്തിനെ നമുക്ക് ബാക്ക് പോർഷനിൽ വേണ്ട വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇടുന്നു. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് സ്ലീവിനായിട്ടൊക്കെ വേണ്ടതാണ്. അപ്പം നമ്മൾ ബാക്ക് പോർഷനാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ടേ നമ്മൾ വിഡ്ത്ത് അനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ഓൾഡ് ബ്ലൗസിൽ നിന്ന് ലെങ്ത് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ബാക്ക് പോർഷനിൽ നിന്നാണ് ലെങ്ത് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പുണ്ട്. ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടം വരെ എത്രയാണെന്ന് നോക്കുക. അത് ഏത് ബ്ലൗസ് ആണെങ്കിലും അവനവന് കിട്ടുന്ന അളവ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മളുടെ ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയ അളവ് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂടുതൽ, 1 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് താഴ്ഭാഗം മടക്കി അടിക്കാനുമായിട്ടാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ബാക്ക് പോർഷനിലെ ലെങ്ത് നമ്മൾ എടുത്തു. ഇനി വിഡ്ത്താണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എത്രയാണ് സീം അലവൻസ് വരെയുള്ളത് അത് എത്രയാണെന്ന് നോക്കി ആ രീതിയിൽ വിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കൂടുതൽ കൊടുത്ത് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് രണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യാനുള്ള വിഡ്ത്ത് എത്രയാണെന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ബ്ലൗസ് എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം എത്രയാണ് ഷോൾഡർ വരെ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കുക. ഇനി 32 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് ഒരു 5 ഇഞ്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ ഈ അളവ് എടുക്കുന്നില്ലെങ്കിൽ പോലും ഒരു 5 ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതിയേ. ഈ ഷോൾഡർ എപ്പോഴും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബാക്ക് നെക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ, ബാക്ക് നെക്കിൻ്റെ ലെങ്തിനെ. അപ്പം നമ്മളിപ്പോൾ ഒരു ബാക്ക് നെക്ക് ഒരു ലെങ്ത് ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തത്. എന്നിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ എത്രയാണോ ഷോൾഡറിന് കൊടുത്തത് അത് തന്നെയാണ് ആം ഹോളിന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബാക്ക് ആം ഹോളാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. 7 ഇഞ്ചാണ് നമ്മൾ നെക്കിന് ലെങ്തും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സീം അലവൻസ് കൂട്ടി ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ലെങ്ത്. എന്നിട്ട് ഇങ്ങനെ ബോക്സ് ആക്കുന്നു. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നെക്കിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവേ. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുള്ളത്. കാരണം നമ്മൾ ഇതിൻ്റെ കൈക്കുഴി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സീം അലവൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ അളവ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി ഒരു സാരി ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നത് അളവെങ്കിൽ ആ സാരി ബ്ലൗസിന് എത്രയാണോ തയ്യൽ തുമ്പ് വരെയുള്ളത് കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പ് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് ഒരല്പവും കൂടെ വിഡ്ത്ത് കൂട്ടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വിഡ്ത്ത് കൂട്ടി ഇവിടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ സൈഡിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ, ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ് 1/2 ഇഞ്ച് കൊടുക്കുക. അല്ലാത്തവർ 1/4 ഇഞ്ച് കൊടുത്താലും മതി. അത് നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ തയ്യലിന് വേണ്ടിയുള്ള അളവാണ് അവിടെ കൊടുക്കുന്നത്. ആ അളവിനെ ചേർത്ത് ആ അളവിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക.
നന്നായിട്ട് അയൺ ചെയ്ത് വെക്കുന്നത് പോലെ നമ്മൾ വെച്ച് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷനിലെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോൾ എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് വിട്ട് അവിടെ ആ സൈഡിൽ കുറച്ച് നീട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം എവിടെ ആണെന്ന് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പോർഷനെക്കാട്ടിൽ 1.5 ഇഞ്ച് കൂടുതൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഏത് അളവുകാരാണെങ്കിലും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ബാക്ക് പോർഷനെ ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മളുടെ ടക്ക് എത്രയാണ് വേണ്ടത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ടക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ പോയിന്റില്ലേ, അതിനാണ് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യമേ വരച്ച ഈ വരയില്ലേ, നമ്മളുടെ ബാക്ക് പോർഷനിലെ ലെങ്തിൻ്റെ അളവെന്ന് പറഞ്ഞേ, ആ അളവിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് ഈ ക്ലോസ് ആയ സ്ഥലത്തും ഈ ആം ഹോൾ വരുന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. ഏതളവുകാരും അവനവൻ്റെ അളവിലുള്ള ടക്ക് പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ നമ്മളുടെ ഏതളവാണേലും അവരുടെ ആദ്യത്തെ ബാക്ക് പോർഷനിലെ ലെങ്തിൽ നിന്ന് മുകളിലേക്ക് 2.5 നമ്മുടെ ക്ലോസ് ആയ സ്ഥലത്തും നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു 3 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ബെൽറ്റ് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുക. വളരെ സിമ്പിളായിട്ട് ബെൽറ്റ് കട്ട് ചെയ്യാവേ. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ വരെ, നമ്മളിപ്പം കുറച്ച് അളവേ കൊടുത്തിട്ടുള്ളൂ, ഒരു 32 ഇഞ്ച് ചെസ്റ്റ് അളവായതുകൊണ്ടാണ് നമ്മൾ ഒരു 1.5 ഇഞ്ചോളം വിട്ട് കൂടുതൽ കൊടുക്കുന്നത്. അതൊരു 3 ഇഞ്ച് വരെ വേണമെങ്കിലും വിട്ട് കൊടുക്കാവേ. വണ്ണം കൂടുതലുള്ളവർക്ക് ടക്ക് അപ്പത്തേന് വലുതായി വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെയും വിട്ട് കൂടുതൽ കൊടുക്കേണ്ടത്. ഇനി നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കൊടുക്കുന്നു. നെക്ക് എപ്പോഴും നമ്മളൊരു 6 ഇഞ്ച് കൊടുത്താൽ മതി. അത് ഏത് അളവുകാർക്കും ഒരു 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് കിട്ടുക. ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ചിൻ്റെ അളവേ ആവശ്യമുള്ളൂ. അങ്ങേയറ്റം ഒരുപാട് പൊക്കമൊക്കെ ഉള്ളവർക്ക് 6.5 ഇഞ്ച് കൊടുത്താൽ മതിയേ. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബെൽറ്റ് പോർഷൻ്റെ ഈ സൈഡിൽ നമ്മൾ ഒരു സ്മോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ നെക്കിൻ്റെ സൈഡാണെന്ന് നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിനുശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ബാക്ക് പോർഷനിലെ അതേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പിന്നീട് കുഴിച്ച് കട്ട് ചെയ്യാവേ. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ 2 പീസാക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും അതിന് വേണ്ട ടക്കും ഇവിടെ റെഡിയായി ലഭിച്ചേ. ഇനി ബാക്കി ക്ലോത്തിൽ നിന്ന് നമ്മൾ സ്ലീവിന് കൊടുക്കുകയാണ്. സ്ലീവിന് എത്രയാണോ വിട്ട് വേണ്ടത് ആ വിട്ടിൽ നമ്മളിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ സ്ലീവിൻ്റെ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട്, അതായത് ബോട്ടം ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കാനും മടക്കി കൊടുക്കാൻ വേണ്ടിയും പിന്നെ തയ്യൽ തുമ്പിനുമായിട്ട് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആം ഹോളിൻ്റെ ഇങ്ങനെ നമ്മൾ അളവ് എത്രയാണെന്ന് അളവെടുക്കുക. എന്നിട്ട് ആ അളവാണ് നമ്മൾ വിട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് വിട്ടായി കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 4 ഇഞ്ചാണ് നമ്മളിങ്ങനെ ഒരു 3.5 ഇഞ്ചോ 4 ഇഞ്ചോ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾക്ക് വേണ്ട വിട്ടിൽ ഇങ്ങനെ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡ് ധാരാളം ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയേ. അതിന് എല്ലാത്തിനും നമുക്ക് പ്ലേലിസ്റ്റ് ഉള്ളതാണ്. എന്നിട്ട് ഈ ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ സ്ലീവിനെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു ഇഞ്ചോളം, ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു സ്ലീവ് നമുക്ക് സാരി ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒട്ടും ചുളുക്കമില്ലാതെ കിട്ടുവേ. ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് കിട്ടി. ഇതിന് വേണ്ട ബെൽറ്റ് പോർഷനാണ് നമ്മൾ ഇതുപോലെ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ക്ലോത്തിൽ നിന്ന് തന്നെ ഒരു പോർഷനോട് നമ്മൾ ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്ക് തുണി തികഞ്ഞില്ലെങ്കിൽ വേറൊരു ക്ലോത്തിൽ നിന്ന് ഇതുപോലെ നമ്മൾ
2 പീസ് കൂടെ കട്ട് എടുക്കണേ. അപ്പം നമുക്ക് ടോട്ടൽ 6 പീസാണ് ഈ ബെൽറ്റിന് വേണ്ടി വേണ്ടത്. ഇനിയും അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമ്മളൊരു 2 ഇഞ്ചിൻ്റെ ഒരു ബെൽറ്റാണ്. ഇത് നമുക്ക് ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ്, 1.5 ഇഞ്ച് മതിയേ. ഇതിപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, 1.5 ഇഞ്ച് മതി. ഇത് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. അത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഹോളിനുള്ളത് ഒരു 2.5 3 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. ഇനി ക്രോസ് കട്ടാണ്, 1 ഇഞ്ച് വിട്ടുള്ള ക്രോസ് കട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ നമുക്ക് വേണ്ട പീസസ് എല്ലാം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കട്ടിങ് വീഡിയോ ആണ് ഇട്ടത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ. അപ്പം നമ്മളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിൻ്റെ ഒരു ത്രെഡ് ആൻഡ് ടച്ച് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.